ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് റൂട്ടീൻ അതുപോലെ മോർണിംഗ് റൂട്ടീനാട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പള്ളിക്കത്തെ ഉസ്താദ്മാരെ ചിലവാണ്. അപ്പോൾ ഉസ്താദ്മാരെ ചിലവിനുള്ള സാധനങ്ങളൊക്കെ ഞാനും താത്തയും കൂടി പോയി മേടിച്ച് വന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് മീൻ മേടിച്ചിട്ടോ. ഇവിടെ ഒരു നേരമായിട്ട് ചിലവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 5 ഉസ്താദ്മാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ്, പിന്നെ 4 ആളുള്ളൂ പറഞ്ഞിട്ട് ആൾ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ രാത്രി തന്നെ ഒരുവിധം എല്ലാതും ഞാനും പറഞ്ഞു ഒക്കെ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞ കാരണം ഒക്കെ രാവിലെ തന്നെ ചെയ്ത് വെക്കാന്നുള്ള രാത്രിക്ക് തന്നെ ഒക്കെ ചെയ്ത് വെക്കാന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് 7 മണിയാകുമ്പോഴത്തേനും വരുന്നുണ്ട്. അപ്പോൾ തിരക്കിൽ പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നായില്ലെങ്കിലോ തിരക്കിൽ പെട്ടാലോ വിചാരിച്ചിട്ടൊക്കെ നമ്മൾ രാത്രി ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതാ കുറുമയും അതുപോലെ പത്തിരിയും ചിക്കൻ കറിയും വെക്കാച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറുമക്കുള്ള ഗ്രീൻ പീസൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറുമ രാവിലെ വെക്കണുള്ളൂ, അത്ര പണിയില്ലല്ലോ. ചിക്കൻ കറി വേവിച്ചേക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. തേങ്ങ രാവിലെ അരച്ച് വയ്ക്കുന്നുണ്ട്. അതുപോലെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ വട്ടുപത്തിരിക്ക് വട്ടുപത്തിരി ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പൊരിക്കണില്ല കേട്ടോ. അപ്പോൾ ഒക്കെ അങ്ങനെ ആക്കി വെക്കാം. മീൻ അടുപ്പത്ത് പൊരിക്കാനും വെച്ചിട്ടുണ്ട് നമുക്ക് രാത്രിയിലത്തെ ഫുഡിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? എന്താണ് ഒരു നേരം മാത്രം ഉണ്ടാവുള്ളൂ, 3 നേരമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് പറയട്ടോ. അപ്പോൾ ഞാനിതാ പത്തിരി പരത്തുണ്ട്. അതവിടെ അപ്പത്ത് നിന്നിട്ട് പത്തിരി ചുട്ടുകൊണ്ടിരിക്കണോ. പെട്ടെന്ന് ഒക്കെപ്പാട് കൂടി ചെയ്യാം കേട്ടോ. ഇത് പിന്നെ രാവിലത്തെ വീഡിയോ കേട്ടോ. ബാക്കി പിന്നെ ക്ലീനിങ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിന്നെ രാവിലെ കുറുമായതും ചിക്കൻ കറി ആയതും അതുപോലെ വട്ടുപത്തിരി പൊരിക്കണം അതിൻ്റെയൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ഉസ്താദ്മാരെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അവർ കഴുകിയിട്ട് തന്നെയാണ് കൊണ്ടുപോയി. പക്ഷെ എന്നാലും നമ്മൾ ഫുഡാക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ എന്തായാലും ഒന്ന് കഴുകലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും അങ്ങനെ കഴുകുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രമൊക്കെ പെട്ടെന്ന് കഴുകിയെടുത്ത കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഫുഡാക്കുന്നുണ്ട്. ഫുഡെല്ലാതും 2 പാത്രത്തിൽ കറി, അതുപോലെ ഒന്നിൽ വട്ടുപത്തിരി ഒന്നിൽ പത്തിരി ആയിട്ട് വെക്കുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ 3 നേരം ചിലവുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടം. അന്നത്തെ ദിവസം അടിപൊളിയായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ഉസ്താദ്മാർക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡുകളൊക്കെ ഉണ്ടാക്കും. അല്ലാത്ത ദിവസം ഉണ്ടാക്കും, പക്ഷേ ഉസ്താദ്മാരൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ഉമ്മ പത്തിരി ആക്കുന്നുണ്ട്, താത്ത കറി ആക്കുന്നുണ്ട്. അപ്പോൾ ആൾ 7 മണിയാകുമ്പോഴത്തേനും വന്നാൽ തന്നെ പെട്ടെന്ന് എല്ലാതും ആക്കിയിട്ട് കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് മുന്നേ ഞാൻ കിച്ചണിൽ ഉണ്ടായിരുന്ന പാത്രങ്ങൾ കഴുകിയെടുത്തതുകൊണ്ട് കിച്ചൺ വല്ലാതെ അലമ്പൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിന് വേണ്ടി എടുത്ത അങ്ങനെ പരത്തിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാതും കറികളൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു സൗകര്യമില്ല. ആ പാത്രത്തിൻ്റെ മേലെ ഒരു മൂടിയുണ്ട്, അത് വെച്ചിട്ടാണ് കറി വെക്കുക. അപ്പോൾ മറ്റേ പാത്രത്തിൽ മാവുമില്ല, ഈ കറിയിൽ പാത്രങ്ങൾ മുങ്ങിയിരിക്കുമല്ലോ. അതുകൊണ്ട് നല്ലൊരു സൗകര്യമുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ചായയും അതുപോലെ ഫുഡൊക്കെ ആക്കിയിട്ട് കൊടുത്തയച്ചിട്ടോ. അതിനോടൊപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നു. ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ. തുടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പാത്രങ്ങൾ കപ്പിൾ കഴുകണോണ്ട് പാത്രങ്ങളൊന്നും കഴുകാണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് എല്ലാതും എടുത്ത് വെച്ചിട്ട് ടേബിൾ നമുക്ക് എടുത്തേക്കട്ടെ നമുക്ക് കഴിക്കാനുള്ളത്. ബാക്കി ഞാൻ ഇതവിടെ തുടച്ചെടുക്കുന്നുണ്ട്. കറി ഇങ്ങനെ ഉണ്ടാക്കില്ലേ, ഇതിവിടെ വെച്ചിട്ട് അതിന് കുറച്ച് വെച്ചെടുത്ത് കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ അതാ മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ബിസി ഡേ എങ്ങനെ ഉണ്ടാവും, എൻ്റെ ബിസി ഡേ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ ഓക്കെ, ബായ്.